നമസ്കാരം. ട്രാവൽ എക്സ്പ്ലോർ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ തന്നെ നമുക്ക് കോവളത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്നത്, അതായത് കോവളത്ത് വരുന്നവരൊന്നും ഒരിക്കലും മിസ്സാക്കാതെ കാണേണ്ട കോവളത്തുള്ള ഒരു വിഴിഞ്ഞം അക്വേറിയം എന്ന് പറയും. അതായത് വിഴിഞ്ഞത്താണ് കറക്റ്റായിട്ട് സ്ഥിതി ചെയ്യുന്നത്. മറൈൻ CMFRI സാഗരിക റിസർച്ച് അക്വേറിയം എന്നാണ് അതിനെ പറയുന്നത്. അത് അവിടെയാണ്. നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഐക്കർ CMFRI, അതായത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിൻ്റെ കീഴിൽ വരുന്ന സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 4 പ്രധാനപ്പെട്ട ഇന്ത്യയിലുള്ള 4 റീജിയണൽ സെൻറ്ററുകളിൽ ഒന്നാണ് ഈ വിഴിഞ്ഞത്ത് സ്ഥിതി ചെയ്യുന്ന വിഴിഞ്ഞം റിസർച്ച് സെൻറ്റർ. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും മറൈൻ ഫിഷസിനെയാണ് നമുക്ക് കാണാനൊക്കെ പറ്റുന്നത്. അപ്പോൾ ഒരുപാട് തരത്തിലുള്ള സ്കൂബ ഡൈവിംഗ് ഒക്കെ ചെയ്താൽ മാത്രം കാണാൻ പറ്റുന്ന മറൈൻ ഫിഷസിനെയൊക്കെ നമുക്കിവിടെ ടിക്കറ്റ് എടുത്താൽ കാണാൻ പറ്റും. അല്ലാതെ നമ്മൾ സാധാരണ അക്വേറിയം അല്ല. അപ്പോൾ ഇവിടെ ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ 10 രൂപയും അല്ല 20 രൂപയാണ്. 20 രൂപ വെച്ച് 2 പേർക്കും. പിന്നെ ഫോണിൽ നമുക്ക് ചിത്രീകരിക്കണമെങ്കിൽ 10 രൂപയാണ്. പിന്നെ ക്യാമറ കൊണ്ട് കയറുകയാണെങ്കിൽ അതിന് 25 രൂപയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ കയറി ചെല്ലുമ്പോൾ ഇങ്ങനെയാണ് കാഴ്ച. കാരണം ഫുള്ള് ലോക്ക്ഡൗൺ. കാരണം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു AC ആണ്, എയർ കണ്ടീഷൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് അവിടെ എഴുതിയിട്ടുണ്ട് സമുദ്ര മത്സ്യഗവേഷണ അക്വേറിയം അഥവാ ഹാച്ചറി സമുച്ചയം. അപ്പോൾ ഹാച്ചറിയും കൂടെയാണ്. നമുക്കിനി അകത്ത് പോയിട്ട് അകത്തെ കാഴ്ചകൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ നല്ല എക്സൈറ്റഡ് അല്ലേ എല്ലാവരും? ഒരുപാട് മീനുകൾ കാണാനുണ്ട്. ഇത് ഇവിടെ ഓരോന്നിൻ്റെ ബില്ലിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ടാങ്കിലെ ഗ്ലാസ്സിലൊന്നും കൈകൊണ്ട് തുടരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് കൂടെ ഉണ്ട്. അഭിനവ് എന്നാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ പേര്. അപ്പോൾ ഇതാണ് ബ്ലൂ ഡാംസൽ എന്ന് പറഞ്ഞ ആദ്യത്തെ മീൻ നമുക്ക് കാണാനുള്ളത്. ഇതിൻ്റെ വൈബ്രൻറ്റ് കളറും പിന്നെ ഇത് നല്ല ആക്റ്റീവുമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരുപാട് ഈ സോൾട്ട് വാട്ടർ അക്വേറിയത്തിലൊക്കെ ഫേമസ് ആണ് ഇത് കീപ്പ് ചെയ്യുന്നത്, ഇതിനെ വളർത്തുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഇൻഡോ പസഫിക് കോറൽസിലാണ് കൂടുതലും ഇത് കാണപ്പെടുന്നത്. പിന്നെ അടുത്ത് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അടുത്ത ടാങ്കിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ പേരാണ് ലയൺ ഫിഷ്. അതായത് എന്താ പറയുക, സിംഹത്തിനെ പോലെ അമ്പട വായൊക്കെ തുറന്ന് വരുന്ന കേട്ടില്ലേ, കറക്റ്റ് ലയൺ തന്നെ. എനിക്ക് തോന്നുന്നു ഈ സിംഹത്തിൻ്റെ ജടയായിട്ടൊക്കെ സാമ്യമുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു ഈ ഇങ്ങനെ ഈ ലയൺ ഫിഷ് എന്ന് ഇതിന് പേര് നൽകാൻ കാരണം. കൊള്ളാമല്ലേ, ഒരു രാജകീയ ഒരു റോയൽ ലുക്ക് തന്നെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ രാജാവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിൻ്റെ തന്നെ ഒരു ചെറിയൊരു വേരിയേഷൻ ഉള്ളൊരു വെർഷൻ, അതായത് ഇതിൻ്റെ ചെറിയൊരു വ്യത്യാസമുള്ളൊരു കുറച്ചുകൂടെ ഒരു റെഡിഷ് ഡാർക്കായിട്ടുള്ളൊരു മീൻ അവിടെ കാണാം. കോമൺ ആയിട്ട് തന്നെ ലയൺ ഫിഷ് എന്നാണ് പറയപ്പെടുന്നത്. അതൊക്കെ ഇവിടെ ബോർഡർ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ വേണ്ടവർക്കൊന്ന് കാണാം. പിന്നെ അടുത്തതാണ് സഫേർ ഡാംസൽ എന്ന് പറയുന്നത്. ഇതാണ് സഫേർ ഡാംസൽ. പക്ഷേ ഇതിൻ്റെ കൂടെ ഒരുപാട് സീബ്ര പോലത്തെ മീനുകളും കിടപ്പുണ്ട്. അതിൻ്റെ ബോർഡൊന്നും വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഇടയ്ക്ക് പുതിയതായിട്ട് കൊണ്ടിട്ടതാണെന്ന് തോന്നുന്നു. എനിക്ക് ഈ ബ്ലൂ സഫേർ ഡാംസലിനെക്കാളും കൂടുതലും എനിക്ക് അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത് ആ സീബ്ര പോലത്തെ ഒരു ലൈൻസ് ഉള്ള ഫിഷസിനെയാണ്. ഇത് നല്ല വൈബ്രൻ്റ് ആണ്, കണ്ടില്ലേ. ഡാംസൽ കുടുംബത്തിൽപ്പെട്ട മീനുകളൊക്കെ പൊതുവെ അഗ്രസീവും നല്ല ആക്റ്റീവും എന്താ പറയാൻ നല്ല വൈബ്രൻ്റ് കളേഴ്സുമാണ്. അതാണ് അതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത്. 8 സെൻറ്റിമീറ്റർ വരെ അതിന് വളർന്ന് നീളം വയ്ക്കാറുണ്ട്. പിന്നെ ഒരുപാട് ഹൈഡിങ്ങിനുള്ള ഇടങ്ങളൊക്കെ അതിന് വളർത്തുമ്പോൾ വേണമെന്ന് പറയും. പിന്നെ അത് ഇപ്പുറത്ത് ഇതാണ്ടില്ലേ, ഒരു 5 ക്യാരറ്റ് ചേർത്ത് വെച്ച ഒരു സ്റ്റാർ ഫിഷ്. ശരിക്കും അത് ഒറിജിനൽ സ്റ്റാർ ഫിഷാണ്, ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുമില്ല. അതാണ്ടില്ലേ ക്ലൗൺ ഫിഷ് എന്ന് പറയും. ഈ ക്ലൗൺ ഫിഷ് നമ്മുടെ ഹോളിവുഡ് ഒരു സിനിമയുടെ ഫേമസ്. ഞാൻ പണ്ട് ചെറുതായിരുന്നപ്പോൾ ഈ കാർട്ടൂണിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അതിൻ്റെ പേര് മറന്നു. ആർക്കെങ്കിലും അത് ഓർമ്മയുണ്ടെങ്കിൽ അതിൻ്റെ സിനിമയുടെ പേരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫിഷ് ഇതാണ്. നല്ല ഭംഗിയാണ് ഇത്. പ്രത്യേകിച്ച് കോറൽസുമായിട്ട് ഇങ്ങനെ എന്താ പറയുക, സിംബയോട്ടിക് റിലേഷൻഷിപ്പ് എന്ന് എന്തൊക്കെ പറയില്ലേ, അതായത് നമ്മുടെ പരസ്പര പൂരകങ്ങളായിട്ട് മാത്രമേ ഇത് ജീവിക്കാറുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിന് ഫുഡും ഷെൽട്ടറും കൊടുക്കും. ഈ മീൻ അതിനെന്തോ പ്രൊട്ടക്ഷൻ കൊടുക്കും. അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പിന്നിലുള്ള കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു അക്വേറിയം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു അക്വേറിയമാണ്. ഇവിടെ കണ്ടതിൽ വെച്ചിട്ട് കാരണം എന്ന് വെച്ചാൽ ഇതിൽ ഒരുപാട് എന്താ പറയുക, പവിഴപ്പുറ്റിൻ്റെ തന്നെ പല വെറൈറ്റീസ് ഉണ്ട്. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചത്. ഇത് വേറൊരു വെറൈറ്റി ക്ലൗൺ ഫിഷാണ്. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്, വൈറ്റും യെല്ലോ ഒക്കെ ചെയ്ത്. എന്നാൽ എനിക്ക് ഈ റെഡിൽ വൈറ്റ് ലൈൻസ് വരുന്ന ക്ലൗൺ ഫിഷിനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ. അത് കണ്ടു നിൽക്കാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ ഇവിടെ കൂടുതലും മലയാളികളല്ല വരുന്നത്, ഈ നോർത്ത് ഇന്ത്യ പിന്നെ തെലുങ്ക്, തമിഴ് അങ്ങനെയൊക്കെ കുറേ ലാംഗ്വേജൊക്കെ ഞാൻ കേട്ടു ഈ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ. അപ്പോൾ അവിടെ നിന്നൊക്കെ ആയിരിക്കും കൂടുതൽ ആൾക്കാർ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഈ ഒരു ടാങ്കും ഈ ക്ലൗൺ ഫിഷും എന്താ പറയുക നല്ലൊരു ഭംഗിയാണ്. ഏറ്റവും ഭംഗിയായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഇവിടുത്തെ. അടിപൊളി. നിങ്ങൾക്ക് നേരിട്ട് കാണുമ്പോൾ ഈ ഒരു മങ്ങലൊന്നും ഫീൽ ചെയ്തില്ല കേട്ടോ. ഇതിപ്പോൾ ലൈറ്റിൻ്റെ ഇതിൽ ഒരുപാട് എയറേഷനൊക്കെ കൊടുത്തിട്ടുള്ളതുകൊണ്ട് ബബിൾസ് കാണപ്പെടുന്നതാണ്. അപ്പോൾ അതാത് ടാങ്കിലുള്ള മീനിൻ്റെ എല്ലാം താഴെ ഡീറ്റെയിൽസ് കൊടുത്തേക്കും.
അപ്പോൾ അതൊക്കെ അറിയാൻ താല്പര്യമുള്ളവർക്കും ബയോളജി സുവോളജി സ്റ്റുഡൻസിനൊക്കെ ഇവിടെ വന്ന് കണ്ടാൽ ഈ കിങ്ഡം അനിമാലിയ എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെയൊക്കെ കുറച്ച് ഡീറ്റെയിൽസ് കണ്ടാൽ കണ്ടില്ലേ. ഈ മൂൺ കോറൽ അവിടെയുണ്ട്, നല്ല ഭംഗിയായിരുന്നു. ഈ മൂൺ കോറലിൻ്റെ മുകളിലാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഈ സ്റ്റാർ ഫിഷൊക്കെ കയറിയിരുന്നത്. അപ്പോൾ അതൊക്കെ ശരിക്കും ജീവനുള്ള ഒറിജിനൽ സാധനങ്ങളാണ്. എല്ലാം കറക്റ്റ്, എല്ലാം ലൈവാണ്, ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുമില്ല. നമ്മൾ ഈ സാധാരണ പോകുന്ന അക്വേറിയം പോലെ അല്ല ഇത്. ഇതെല്ലാം മറൈൻ ഫിഷസ് ആണ് ഇവിടെ കാണപ്പെടുന്നത് കേട്ടോ. പിന്നെ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷം. ഇവിടെ വേറൊരു ഡിസൈനിലുള്ള മീനും ഉണ്ട്, എന്നാലും അതിന് വലിയ ആരും മൈൻഡ് ചെയ്യുന്നില്ല. ക്ലൗൺ ഫിഷറാണ് ഇവിടുത്തെ സ്റ്റാർ എന്ന് പറയുന്നത്. എന്താ പറയുക, എല്ലാവരും വന്നാൽ ഇതിൽ നോക്കി നിൽക്കും, കൊച്ചു പിള്ളേരൊക്കെ. അതെ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മൂൺ കോറൽ എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ഒരു ചന്ദ്രനെ പോലെ ഇല്ലേ കാണാനായിട്ട്. ചന്ദ്രൻ്റെ ഗർത്തങ്ങളും ഇതൊക്കെയെല്ലാം അർത്ഥവത്തായ പേരുകളാണ് കൊടുക്കുന്നതെന്ന് തോന്നുന്നു. എന്നാ ക്ലൗൺ ഫിഷ് കുണുങ്ങി പോകുന്ന കണ്ടില്ലേ, നല്ല രസമുണ്ട് കാണാൻ. ശരിക്കും എന്താ ഈ ഒരു കളറിലൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും. എപ്പോഴും നമ്മുടെ ക്യാമറ ഇതിനെ കറക്റ്റായിട്ട് ലൈറ്റ് ക്യാച്ച് ചെയ്യണമെന്നില്ല. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഈ ഡാർക്ക് ലൈറ്റൊക്കെ മാറി വരുന്നത്. നിങ്ങൾക്ക് ഡയറക്റ്റ് പോയി കാണുമ്പോൾ നല്ല രസമായിരിക്കും. 20 രൂപയ്ക്ക് ഇതൊക്കെ ഒരു മീനിനെ കാണാൻ കിട്ടിയാലും അത്രയും നല്ല എന്താ പറയുക ലാഭമെന്ന് വേണം പറയാനായിട്ട്. പക്ഷേ ഇപ്പോൾ ഇഷ്ടം പോലെ മീനുണ്ട്. കാരണം ഇതൊന്നും അങ്ങനെ അധികം കാണാൻ കിട്ടുന്നില്ല. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ. ഈ ടാങ്ക് കുറേ നേരം നോക്കി കേട്ടോ, എന്ത് ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. പ്രത്യേകിച്ച് സ്റ്റാർ ഫിഷ്, ഓറഞ്ച് കളർ സ്റ്റാർ ഫിഷാണ് എടുത്ത് നിൽക്കുന്നൊരു ഭംഗി എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. സ്ഥിരം പറയുന്ന പോലെ എന്തൊക്കെയാണ് ഈ ലോകത്ത് നമ്മൾ കാണാത്ത കാഴ്ചകളുള്ളതല്ലേ. പ്രത്യേകിച്ച് ഈ അണ്ടർ വാട്ടറിലാണ് കൂടുതൽ നമ്മൾ കണ്ടില്ലേ. നേരത്തെ ഞാൻ ഇത് അടുത്ത അക്വേറിയത്തിലുള്ളതാണ് ഞാൻ പറഞ്ഞില്ലേ. ഇവിടെ ഇതിപ്പോൾ ഒരൊറ്റ മീനേ ഉള്ളൂ, പക്ഷെ നോക്കി എന്ത് വെറൈറ്റി ഒരു മത്സ്യമാണെന്ന് നോക്കി. അതിൻ്റെ ഫുള്ള് സ്ട്രക്ചർ ചെയ്യുന്ന സാധാരണ നമ്മൾ കാണുന്ന ഒരു ഫിഷിൻ്റെ ഒരു സ്ട്രക്ചർ അല്ല എന്നതാണ് സത്യം അല്ലേ. സൂക്ഷിച്ച് നോക്കി, ഇങ്ങനെയാണോ സാധാരണ ഫിഷിനെ കാണുന്നത്? ഇതിൻ്റെ ഈ ചുണ്ടിൻ്റെ ഭാഗം നീണ്ടിട്ട് ബാക്കി സാധാരണ ഫിഷിൻ്റെ പോലെ ഷേപ്പ് പോലും നമ്മൾ സാധാരണ കാണുന്ന മീനിൻ്റെയോ ആയിട്ടൊരു മാച്ചും ഇല്ലാത്ത വെറൈറ്റി ഓഫ് ഫിഷസാണ് ഇവിടെ ഉള്ളത്. നാട്ടിലെ യെല്ലോ ഫിഷ് ഉണ്ട്. പിന്നെ ഇതിന് ഈ കണ്ടിട്ടില്ലേ നമ്മുടെ ഈ ഇത് വേറൊരു ഷേപ്പ്, സ്ക്വയർ പോലത്തെ, കറക്റ്റ് പറഞ്ഞാൽ നമ്മുടെ ഈ പുളിഞ്ചിക്കയുടെയൊക്കെ ഷേപ്പ്. അത് മാത്രമല്ല, നിങ്ങൾ ഈ ഒരു മീനിനെ വേറെ ഏതെങ്കിലും ഒരു പ്രത്യേകിച്ച് കൊച്ചു പിള്ളേരുള്ളവർക്ക് അറിയാം, കാർട്ടൂൺ ഏതെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ കൊച്ചു ടി വിയിൽ പണ്ടൊരു കാർട്ടൂണിൽ കണ്ടിട്ടുണ്ട്, പക്ഷേ ആ കാർട്ടൂണിൻ്റെ പേരെനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. കൊച്ചു ടി വിയിലാണ് കണ്ടിട്ടുള്ളത്. അതിന് മലയാളമായിട്ട് ഡബ് ചെയ്തൊരു കാർട്ടൂണാണ്. അതിൽ ഈ മീനുണ്ട്. ഇതല്ല, നമ്മൾ നേരത്തെ സ്ക്വയർ പോലെ കണ്ടില്ല, അതിൻ്റെ കൂടെ ഇട്ടേക്കുന്ന മീനാണ് ഇതൊക്കെ. ഇവിടെ തന്നെ അങ്ങ് കോർണറിൽ കുറച്ച് മീൻ കിടപ്പുണ്ട്. പിന്നെ ഇപ്പുറത്തെ അടുത്ത അക്വേറിയത്തിൽ വരുമ്പോൾ ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ താഴെ കൊടുത്തേക്കും. അത് പക്ഷേ ഇതിന് വലിയ ഒരു ഭംഗി ആയിട്ട് പറയാനായിട്ട് ഇല്ല. മെയിനായിട്ട് അതിൻ്റെ ഒരു കണ്ണാണ് അതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇത് ഞാൻ നേരത്തെ കാണിച്ചില്ലേ, അത് ഇതാ ഒരെണ്ണം ചത്തതുപോലെയൊക്കെ കിടക്കുന്നുണ്ട് അക്വേറിയത്തിൽ. പക്ഷെ ചത്തതല്ല, എനിക്ക് ഒന്ന് പോയി ഉറങ്ങാനായിട്ട് കിടക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമായിരിക്കും, അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇത് നല്ല ഭംഗിയല്ലേ, വാലിലും സൈഡിൽ കൂടി ഇങ്ങനെ ബ്ലൂ ബോർഡർ വന്നിട്ട് അതൊക്കെ നല്ലൊരു ശാന്ത സ്വഭാവമുള്ളൊരു മത്സ്യം. പക്ഷെ നമ്മൾ ശാന്തരെന്ന് വിചാരിക്കുന്ന ഒരു ശാന്തരാകണമെന്നില്ല, അതാണൊരു സത്യം. ഇപ്പോൾ അടുത്ത ഇതിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ പേര് വെച്ചിട്ടുണ്ട്. വായിക്കുള്ളതൊരു സയൻറ്റിഫിക് പേരാണ്, അതുകൊണ്ട് ഞാനത് വായിക്കുന്നില്ല. അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ അത് നോക്കിക്കൊള്ളുന്നത്. ഇതൊരു മോൺസ്റ്റർ എന്താ പറയുന്നത്, കുറച്ചൊരു സ്ക്വിഡല്ല, ഇതിനെന്താ പറയുന്നത്, നമ്മുടെ കൊഞ്ചല്ലേ? അയ്യോ അല്ല, ചെറിയ സൈസാണ് കൊഞ്ച്, വലുതിനെ പ്രോൺസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് കളർഫുൾ പ്രോൺസ്, കൊള്ളാം. പക്ഷെ ഈ പറഞ്ഞ കൊഞ്ചിന് വരെ നമ്മുടെ ഇത്രയും കളറുള്ള സംഭവങ്ങളുണ്ടായത് ഇപ്പോഴാണ് അറിയുന്നത്. കടലിൻ്റെ അടിത്തട്ടിൽ കളറിൻ്റെ ഒരു വാരി വിതറലാണ് ഈ ഡീപ് സീ എന്നാണ് എനിക്കിത് കണ്ടപ്പോൾ മനസ്സിലായൊരു കാര്യം. കണ്ടില്ലേ, ഈ ഹം ഹെഡൊന്നും ഇവിടെ കണ്ടിട്ടില്ല. പക്ഷെ മറ്റേ ആ ഒരു ബ്ലാക്ക് വരെയുള്ള നമ്മുടെ നേരത്തെ നമ്മൾ സീബ്ര എന്ന് പറഞ്ഞില്ലേ ഒരു ഫിഷ്, അതിങ്ങനെ കുറുകയായിരുന്നു വര, വെർട്ടിക്കലായിട്ട്. ഇതിപ്പോൾ ഹൊറിസോണ്ടലായിട്ടാണ് ഈ വരകളൊക്കെ കിടക്കുന്നത്. കൊള്ളാല്ലേ, വലിയ ഇതില്ല. പക്ഷെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ ഒരു ഭംഗിയുണ്ട് അതിന്. ഒരുമിച്ച് ഇങ്ങനെ നീന്തി പോകുന്ന കാണുമ്പോൾ ഗ്രൂപ്പായിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. നല്ല ഫാസ്റ്റാണ് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മൾ റിലാക്സ് ആയി പോകും. പിന്നെ നിങ്ങൾ മീനിനെ മാത്രമേ ശ്രദ്ധിക്കാവൂ, ബാക്കി കൂടെ എൻ്റെ റിഫ്ലക്ഷനാണ്. ഹലോ, അത് നിങ്ങൾ ശ്രദ്ധിക്കരുത്. നിങ്ങൾ മീനിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, ഓക്കെ? ഇല്ലെങ്കിൽ എൻ്റെ കോൺസെൻട്രേഷൻ പോകും. നിങ്ങൾ ഓക്കെ? അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ മീനിൻ്റെ പേര് ഞാൻ വായിക്കാൻ മറന്നുപോയി.
അടുത്തവനാണ് ഇതാ ഇവിടെ നിൽക്കുന്നത്. നമ്മുടെ പേര് ഇപ്പോൾ കാണിച്ച മീൻ ഇതല്ല, ഇതാ ബാക്കിൽ നിന്ന് ഇപ്പോൾ വരുന്നതാണ് ഈ ടാങ്കിലെ മെയിൻ മുതലാളി എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ച. നമുക്ക് അടുത്ത ടാങ്കിലോട്ട് പോകാൻ സമയങ്ങളായത്. ഇവിടെ ബംഗാൾ സർജൻ എന്ന് പറയുന്ന ഒരു ഫിഷാണ് ഇവിടെ കാണുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഇന്ത്യയിലും ഓസ്ട്രേലിയയിലും ജപ്പാൻ്റെയൊക്കെ കടൽ തീരങ്ങളിൽ കാണാറുണ്ട്. എവിടെ നമ്മുടെ ചെങ്കടലുണ്ടല്ലോ, റെഡ് സീയിൽ ഒഴിച്ച് ബാക്കി എല്ലായിടം കാണാറുണ്ട്. പിന്നെ ഇവിടെ ബോർഡ് വെച്ചിട്ടില്ലെങ്കിൽ വേറൊരു മീനിൻ്റെ തലകുത്തനെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ എടുത്തിട്ട് നമ്മളെ കാക്ടസ് പോലത്തെ ഒരു സംഭവം നിൽക്കുന്നുണ്ട്. ഇത് മറ്റേ സീ അർച്ചിനല്ലേ? അതാണ്. ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഒറിജിനൽ ആണോ എന്നറിയില്ല. പക്ഷേ നല്ല ഭംഗിയല്ലേ ഫിഷ് ഇതിനെ കാണാനായിട്ട്. നാട്ടിലെ ഇവിടെ ഒരെണ്ണം ചത്തതുപോലെ കിടപ്പുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ച് ചത്ത് അല്ലെങ്കിൽ ഈ കളിപ്പാട്ടോ എന്നാണ് വിചാരിച്ചത്, ഈ നമ്മൾ പ്ലാസ്റ്റിക് ടോയ് പോലത്തെ. പക്ഷെ നമുക്ക് കണ്ണൊക്കെ അനങ്ങുന്നുണ്ട്. കള്ളൻ ജീവനുള്ളതാണ്. അവിടെ റെസ്റ്റ് എടുക്കുകയാണെന്ന് തോന്നുന്നു. ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്തൊരു മീനിനെയാണ് അവിടെ ഒറ്റയ്ക്ക് ഇട്ടേക്കുന്നത്. ഇവിടെ പിന്നെ മെയിനായിട്ട് എനിക്ക് തോന്നുന്നു ഈ മീനൊക്കെ കിട്ടുന്നില്ലേ ഇവിടെ വിഴിഞ്ഞം, ഇവിടെ ഹാർബറല്ലേ ഇടുന്നത്. അത് പിന്നെ അതിലേക്ക് ഇതാണ്ടല്ലേ ഒരു മോൺസ്റ്റർ ഇവിടെ ഇരിക്കുന്നു. കറക്റ്റ് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എന്താണെന്നറിയോ? അനക്കോണ്ട സിനിമയാണ്. നിങ്ങൾക്ക് എന്താ ഓർമ്മ വന്നു? എൻ്റെ അമ്മ ഇവിടെ എല്ലാം മോൺസ്റ്റേഴ്സാണ്, എല്ലാം മോൺസ്റ്റർ ഫിഷാണെന്ന് തോന്നുന്നു. ഇത് കണ്ടോ, ഒരു പൈപ്പിൻ്റെ അകത്തോടെ കയറി കിടക്കുക. എനിക്കൊന്ന് തണുപ്പുള്ളതുകൊണ്ട് അകത്ത് കയറി കിടക്കുന്നതായിരിക്കും, തണുപ്പ് സമയമില്ല ഇതായിരിക്കും. പക്ഷേ ഇതിൻ്റെ അമ്മ കണ്ടാൽ പേടി വരുന്നത്. എന്ത് ഡിനോസറാണ്. പിന്നെ ഈ ക്രാബും ഉണ്ട്, ഇതിൻ്റെയും ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ ക്രാബ് ഇവിടുത്തെ മെയിൻ ആളാണ്. കണ്ടാൽ നമുക്ക് വലിയ അനക്കമൊന്നും ഇല്ലെങ്കിലും ഇതൊക്കെ ജീവനുള്ള ആൾക്കാരാണ്. പിന്നെ ഇവർ പരസ്പരം ഉപദ്രവിക്കില്ല എന്ന് ഉറപ്പുള്ള മീനുകൾ മാത്രമേ ഒരു ടാങ്കിൽ ഇടാറുള്ളൂ. അതല്ല ഇവർ പഠിച്ചിട്ട് ആണ് ഇട്ടേക്കുന്നത്. പിന്നെ ഇതൊക്കെ ഇവിടെ ഈ ഇന്ത്യൻ സമുദ്രത്തിലൊക്കെ കണ്ടുവരുന്ന പ്രധാന മത്സ്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ഈ സൂര്യയുടെ സിനിമയിൽ ബയോടെക്നോളജിക്ക് വേണ്ടിയിട്ട് സൂര്യ അതിനകത്ത് ഇട്ട് വയ്ക്കില്ലേ, അതേപോലത്തെ ഒരു ടാങ്ക് ഇവിടെ കണ്ട്. നല്ല ഉയരമുള്ളൊരു ടാങ്ക്. അത് പൊട്ടി ഇവിടെ മുഴുവൻ വെള്ളം നിറയും. അത്ര ഹൈറ്റിൽ ഇത്രയും വെള്ളം ഉൾക്കൊള്ളുന്നൊരു ടാങ്കാണ്. അതിൽ വളരെ ചെറിയ മത്സ്യങ്ങളെയാണ് ഇട്ടേക്കുന്നത്. അതാണ് അതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞത്. ഇത് കണ്ടില്ലേ, ഗോൾഡൻ ട്രാവലേ എന്ന് പറഞ്ഞ ഒരു ഫിഷാണ് ഇവിടെ ഇട്ടേക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. ഞാനിപ്പോൾ ബോർഡ് നോക്കി അപ്പോൾ ഡയറക്റ്റ് വായിക്കുന്നത് കാണുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതാണ്ടില്ലേ, ഇത് സ്പോട്ടഡ് സീ ഹോഴ്സ്. പണ്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരു 12-13 വർഷം പോകുന്നപ്പോൾ ഇവിടെ കടൽ കുതിരയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കടൽ കുതിരയൊന്നും കണ്ടില്ല കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു ഇതാണ്ടില്ലേ. പിന്നെ അത് കൂടാതെ ഇവിടെ പേരറിയാത്ത എന്തൊക്കെയോ ജീവികൾ, തേനീച്ചയോ വണ്ടോ മറ്റോ വലുതായ പോലെയാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. പക്ഷേ എനിക്കൊന്ന് ഇതൊക്കെ എന്തെങ്കിലും എൻ്റെ പ്രാധാന്യമുള്ള ജീവികളായിരിക്കും. അതുകൊണ്ടായിരിക്കണമല്ലോ ഇതിനെ സംരക്ഷിച്ചിട്ടേക്കുന്നത്. മറ്റേത് എനിക്ക് തോന്നുന്നു ഇവിടെ കണ്ടവരൊക്കെ പറയുന്നത് കേട്ടു, എന്തോ കടലൊച്ചെന്നോ അങ്ങനെ എന്തോ പറയുന്നത് കേട്ടു. അങ്ങനെ ആ സാധനമുണ്ടോ. പക്ഷെ മറ്റതിൻ്റെ ആ ബാക്ക് സൈഡ് നോക്കി എന്താണെന്നുണ്ടോ, ചതിക്കാത്ത ചന്ത സിനിമയിൽ പറയുന്നത് പോലെ തലയിൽ വാള് കയറ്റിയതും വയറ്റിൽ കുത്തിയതും പിന്നെ അങ്ങനെ പേരറിയാത്ത ഒരു ജാതി സാധനങ്ങൾ ഇവിടെ ഉണ്ട്. എന്താണെന്നൊരു ഐഡിയ ഇല്ല. ചിലതൊക്കെ കണ്ട ഒരുമാതിരി മറ്റേ മോൺസ്റ്റർ പോലത്തെ സംഭവങ്ങൾ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ സീ അർച്ചിനാണെന്ന് തോന്നുന്നത്. അവിടെ സീ അർച്ചിൻ ഇവിടെ മൂലയിലെവിടെയെങ്കിലും കാണും. താടില്ല മുള്ളു പോലെ കിടക്കുന്ന സീ അർച്ചിൻ. എന്താ ഇവിടെ നോക്കും, വേറൊരു സാധനം പറഞ്ഞ് നാക്കെടുത്തില്ല. അതിന് മുമ്പ് ചക്ക ശ്വാസം വലിക്കുന്ന പോലെയാണ് കിടക്കുന്നതെങ്കിൽ അത് അതിൻ്റെ സ്റ്റൈലിൽ ശ്വാസം എടുക്കുന്നതെന്നാണ് തോന്നുന്നത്. കണ്ണ് കണ്ടാൽ പേടിക്കും. സത്യം പറഞ്ഞാൽ ഞാൻ മറ്റേ ഡിസ്കവറിയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഈ മറ്റേ ഏറ്റവും ആഴം കൂടിയ മറ്റേ മറീന ട്രെഞ്ചിലൊക്കെ താഴേക്ക് പോകുന്തോറും ശരിക്കും നമുക്ക് ഓർക്കാൻ പോലും കഴിയാത്ത ഭയങ്കര എന്താ പറയുന്നു ഈ മോൺസ്റ്ററസ് ആയിട്ടുള്ള ഫിഷസൊക്കെ ഇവിടെ ഉണ്ടെന്ന്. പക്ഷേ സ്റ്റാർ ഫിഷൊക്കെ കൊള്ളാം, മഞ്ഞയൊക്കെ നല്ല ഭംഗിയുണ്ട്. പക്ഷേ ആ ഒരു സാധനം എന്താണോ എന്തോ അറിയില്ല. പിന്നെ ഇതിൽ ഈ കടൽ വെള്ളരിക്ക ഉണ്ടെന്നാണ് പറയുന്നത്. ഞാൻ കണ്ടില്ല, ചിലപ്പോൾ അവിടെ എവിടെയെങ്കിലും കാണും കടൽ വെള്ളരിക്ക. ഇതൊക്കെ ഇനി ഞാൻ പഠിച്ചത് ഓർമ്മയുണ്ട്, സീ അർച്ചൻ എന്ന് പറയുന്ന സംഭവം. പഠിച്ചതെന്ന് ഓർമ്മിക്കല്ലേ. അതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇന്ന് ഗ്ലാസ്സിൽ തൊടാൻ പാടില്ല കേട്ടോ. ഞാൻ ഗ്ലാസ്സിൻ്റെ ദൂരെ ഇങ്ങനെ കൈവച്ചിട്ടാണ് കാണിക്കുന്നത്. ഇതാ അത് പറഞ്ഞപ്പോഴത്തേക്കും എന്താ അവിടെ അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു നമ്മൾ അടുത്തേക്ക് വന്നത്. ഇത് കണ്ടില്ലേ, ആക്റ്റീവായത് കണ്ടോ? ആക്റ്റീവല്ല, അഗ്രസീവ് ആയത് കണ്ടോ? ദേഷ്യം വന്നു. കുറച്ച് കലിപ്പനാണെന്ന് തോന്നുന്നത്. ദേഷ്യം അങ്ങോട്ട് തീർക്കുകയാണ്. അമ്മ എന്താ പറയുക, അതിന് കൂട്ടായിട്ട് അടുത്ത ആളും വന്നു. ഇത് എനിക്ക് വേണ്ടി മറ്റേ പിരാനയൊക്കെ പോലത്തെ എന്തോ ഒരു ഫിഷാണെന്നാണ് തോന്നുന്നത്. എന്തായാലും കൊള്ളാം. പിന്നെ അത് ഒരാൾ ഇവിടെ ഇങ്ങനെ മാവ് തേച്ചിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കി ഇട്ടേക്കുന്ന മീനിനെ പോലെ ഒരാൾ കിടപ്പുണ്ട്, മഞ്ഞ കളറിൽ, ചെറിയ ഇളം മഞ്ഞ കളറിൽ.
അതൊക്കെയാണ് ഈ ഒരു ടാങ്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ അത് ഇവിടെ ഒരാൾ ഇതൊന്നും അറിയാതെ അങ്ങോട്ട് മര്യാദയ്ക്ക് ഇരിപ്പുണ്ട്. സ്റ്റാർ ഫിഷ് കൊള്ളാം. സ്റ്റാർ ഫിഷ് അന്തസ്സുണ്ട്, അന്തസ്സ്. ഇങ്ങനെ വേണം, മര്യാദ വേണം. അയ്യോ, എനിക്ക് ഈ കണ്ട അക്വേറിയം കണ്ട് മതിയായി. അതായത് ഈ കണ്ട പർട്ടിക്കുലർ അക്വേറിയം ഇനി എൻ്റെ അടുത്തേൽ പോയി നോക്കാം ടാങ്കിൽ. അതിലെങ്കിലും കുറച്ച് നല്ല സമാധാനമുള്ള വല്ലതും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉണ്ടെന്ന് തോന്നുന്നു. ഇന്ത്യൻ വാഗാബോണ്ട് ബട്ടർഫ്ലൈ ഫിഷ്, പിന്നെന്താ അങ്ങനെ കുറച്ച് സംഭവങ്ങൾ. യെല്ലോ ഹോക്ക് ഫിഷ്, പിന്നെന്താ ബ്ലൂ സ്ട്രീക്ക്, വായിച്ചില്ല. അങ്ങനെ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. ഓക്കെ. പിന്നെ ഇത് ലോങ് ഫിൻ ബാനർ ഫിഷ്. അപ്പോൾ ഇതാണ് ലോങ് ഫിൻ ബാനർ ഫിഷ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയായിട്ട് കൊള്ളാം. ഈ നമ്മൾ കണ്ണഞ്ചിപ്പിക്കുന്ന കളറൊക്കെ വന്നാലേ അതിൻ്റെ ഒരു രസം വരുത്തുള്ളൂ. പിന്നെ ഇപ്പുറത്തേക്കും കുറച്ച് മത്സ്യങ്ങളൊക്കെ കിടപ്പുണ്ട്. കറക്റ്റായിട്ട് ബോർഡെല്ലാം അവർ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ബോർഡ് വെച്ചേക്കണ എല്ലാം അതിൻ്റെ അകത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ചില അക്വേറിയത്തിനകത്ത് ഇല്ല, ബാക്കിയുള്ളതിലൊക്കെ കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ ചിലപ്പം ബ്രീഡിങ്ങിനായിട്ടൊക്കെ ചിലത് ടാങ്കിനെ പിടിച്ച് മാറ്റിയിട്ട് പുതിയത് വരുന്നതിനൊക്കെ ഇടുന്നതും അതിനെ എല്ലാത്തിൻ്റെ കൂടെയും കിടക്കില്ലല്ലോ. അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇടുന്നതനുസരിച്ച് ടാങ്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതൊക്കെ ആയിരിക്കും ഇവർ കാൽക്കുലേറ്റഡ് ആയിട്ട്. നമുക്ക് അവരെ കുറ്റം പറയാനും പറ്റില്ല. ബാക്കിയെല്ലാം കറക്റ്റായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ ഒരു കളറില്ലെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും അതിൻ്റെ സ്പീഷീസിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് കൊണ്ട് ആയിരിക്കാം വലിയ ഭംഗിയില്ലെങ്കിലും ചില മീനുകളെയൊക്കെ നമ്മളിങ്ങനെ സൂക്ഷിച്ചിട്ടിരിക്കുന്നത് എനിക്ക് തോന്നി. അല്ലേ, ഒരാളനക്കൊന്നും ഇല്ലാതേക്കുന്നത് കറക്റ്റ് ആമയുടെ പുറന്തോട് പോലെയുണ്ട്. പിന്നെ അതാ അടുത്ത് നേരത്തെ നമ്മൾ കണ്ട സംഭവമില്ലേ ഞാൻ പറഞ്ഞ ലോഞ്ചിൻ ബാനർ ഫിഷ്, ലോങ് ഫിൻ ബാനർ ഫിഷ്, അതാണ് ഈ സാധനം. കൊള്ളാതെ, ഇത് ഒരു രക്ഷയില്ല. ഭംഗിയെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് ചെയ്ത് നമ്മൾ ഈ എന്താ പറയുക, ഈ നമ്മുടെ ഡിസ്കവറിയിലും പിന്നെ നമ്മുടെ എന്താ പറയുക അനിമൽ പ്ലാനറ്റിലൊക്കെ കാണില്ലേ, നമ്മൾ സ്കൂബ ഡൈവിംഗ് ഒക്കെ ചെയ്യുമ്പോൾ മാത്രം കാണാൻ പറ്റുന്ന മത്സ്യങ്ങളെന്ന്, ആ ടൈപ്പിൽ പെടുന്നതാണ് ഇതൊക്കെ. എനിക്കൊന്ന് ലക്ഷദ്വീപിൽ ചെന്നിട്ട് സ്കൂബ ഡൈവിങ് ചെയ്താൽ ഇതിനെ കാണാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. പിന്നെ ഇതും ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ സാധാരണ മാർക്കറ്റിലൊക്കെ മീൻ വാങ്ങാൻ പോകുമ്പോൾ ഇതേപോലത്തെ ഒരു സാധനത്തിന് നമ്മൾ കാണാറില്ലേ അവിടെ, ഈ ഒരു ഓറഞ്ച്, ചെറിയ ലൈറ്റ് ഓറഞ്ച് കളറിൽ, ഓറഞ്ചില്ല ചെറിയ ലൈറ്റ് റെഡ് കളറിൽ. ഇത് എവിടെ ഒരുത്തൻ എൻ്റെ ഈഗോ ഹർട്ട് ചെയ്യുന്നുണ്ട്, എനിക്ക് കറക്റ്റായിട്ട് വീഡിയോ എടുക്കാൻ സമ്മതിക്കാതെ. ചെറുതാണെങ്കിൽ ഭംഗിയുള്ളതുകൊണ്ട് ഞാൻ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ നിൽക്കുന്നില്ല. ഭയങ്കര ആക്റ്റീവാണ്, ഹൈപ്പർ ആക്റ്റീവ്. എന്നതിനെ പിടിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചാലും അത് നിൽക്കുന്നില്ല. പിന്നെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇവിടെ വേറൊരു കുറച്ച് ശാന്തനായ ഒരു ബ്ലൂ ടെയിലൊക്കെയുള്ളൊരു ഫിഷിനെ കണ്ട്. ഇതിൻ്റെയൊക്കെ പേര് വായിക്കാൻ നിന്നാൽ ഞാനിന്ന് വായിച്ച് തീരെയില്ല, നിങ്ങൾക്കത് മനസ്സിലാവില്ല. ചിലപ്പോൾ നമ്മളെ പ്രൊണൗൺസിയേഷൻ ആയിരിക്കണമെന്നില്ല ഇതിൻ്റെ ഒറിജിനൽ പ്രൊണൗൺസിയേഷൻ. അതുകൊണ്ട് ഞാൻ ആ കടുങ്കയിലോട്ട് കടക്കുന്നില്ല. നമുക്ക് മീനിനെ കണ്ടുകൊണ്ട് നമുക്ക് ആസ്വദിച്ച് പോകും, അതല്ലേ നല്ലത്. പിന്നെ ഇതിനെക്കുറിച്ച് പഠിക്കുന്നവർക്കാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിന്നും, പിന്നെ വേണമെങ്കിൽ ഇവിടുത്തെ ആൾക്കാരോട് ഇവിടെ ചോദിക്കാനായിട്ട് അങ്ങനെ ആരും കണ്ടില്ല. പുറത്തൊരു ടിക്കറ്റിൻ്റെ ആളെ മാത്രമേ കണ്ടിട്ടുള്ളൂ, ടിക്കറ്റ് കൊടുക്കാനായിട്ട് കൗണ്ടറിലിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല, ഇതെല്ലാം ഓട്ടോമേറ്റഡ് ആയിട്ട് നമുക്ക് കാണുന്നു പോകുന്നു, വേറെ ഉള്ളൂ. നമുക്ക് ടച്ച് ചെയ്യാനോ അങ്ങനെ അതിനൊന്നും സമയമില്ല, അല്ലെങ്കിൽ അതിനൊന്നും ഇതില്ലല്ലോ നമുക്ക് വേറെ അതിൻ്റെ കാര്യങ്ങളില്ല. അപ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ ആവശ്യമില്ല, കറക്റ്റായിട്ട് അത് പൊക്കോളൂ ഓട്ടോമാറ്റിക്കായിട്ട്. എന്തായാലും ഈ മീൻ നല്ല ഭംഗിയായിരുന്നു. ഇനി നമുക്ക് അടുത്ത നമ്മൾ നേരത്തെ ഞാൻ കാണിച്ചൊരു ടാങ്ക് ഉണ്ടായിരുന്നല്ലോ, അതിൽ കുറച്ച് ഇവിടെ ഇങ്ങനെ പേരറിയാത്ത, ഇതിൻ്റെ പേരറിയില്ല, വലിയ കളറല്ല, പക്ഷേ എന്നാലും ചെറിയ ഷെയ്ഡിലാണ്. ഇതിൽ കറക്റ്റ് കുറച്ചുകൂടെ പ്രോപ്പർ ലൈറ്റിങ് കൊടുത്തെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഭംഗിയായിട്ട് ഒരുപാട് മത്സ്യങ്ങളെ കാണാൻ പറ്റുക. നേരത്തെ കിട്ടാത്തവനതാ കിട്ടിയിട്ടുണ്ട്, ഇവനാണവൻ. എന്നാലും എനിക്ക് നിന്ന് തരുന്നില്ല. ടിങ് ടിങ് ടിങ്. പക്ഷെ ഭംഗിയല്ലേ, എന്ത് ഭംഗിയാണ്. ഇതാ ആലിസ് ഇൻ വണ്ടർലാൻഡ്. അതെ, കറക്റ്റ് ആലിസ് ഇൻ വണ്ടർലാൻഡ് കിട്ടിയിട്ടുണ്ട്. കാര്യം എൻ്റെ ഫ്രണ്ട് അഭിനവ് വലിയ ശരീരമൊക്കെ ഉള്ളവനാണെങ്കിലും അവൻ്റെ മനസ്സിപ്പോഴും ചെറുതാണ്, അവനിപ്പോഴും ഓർമ്മയുണ്ട് ആലിസ് ഇൻ വണ്ടർലാൻഡ്. പിന്നെ അത് ഈ മീൻ എന്തൊരു കളറാണെന്നൊക്കെ, ഇങ്ങനെ കണ്ട് നിന്ന് പോകും. അങ്ങനത്തെ മീനുകളാണ് കേട്ടോ ചിലതൊക്കെ. വയലറ്റ് ഇതാണ് ഇത്ര വൈബ്രൻ്റ് ആയിട്ടുള്ള മീനൊക്കെ ലോകത്തുണ്ടെന്ന് നമുക്ക് ചിന്തിച്ചിട്ടുണ്ടോ? അത് ഓരോന്ന് നീന്തുന്നതിന് തന്നെ വ്യത്യാസമുണ്ടെന്ന് തോന്നുന്നു. ഈ ചിറകൊക്കെ നോക്കി. ഡു നോട്ട് ടച്ച് ദ ഗ്ലാസ് വീണ്ടും വച്ചിട്ടുണ്ട്. വീണ്ടും ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു, ഗ്ലാസ്സുകളിലൊന്നും ടച്ച് ചെയ്യരുത് സുഹൃത്തുക്കളെ. നമുക്ക് അടുത്ത ഇതിൽ പോയി നോക്കാം.
ഇവിടെ ഉണ്ടല്ലോ ലൈവ് ഷാർക്ക് സക്കർ, അത് കൊള്ളാം. അപ്പോൾ ലൈവായിട്ടുള്ള ഷാർക്ക് സക്കറിനെയാണ് നമ്മൾ കാണുന്നത്. എല്ലാം ലൈവാണല്ലോ, അതെന്തെങ്കിലും ആവട്ടെ, നമുക്ക് എന്തായാലും കാണാം. എനിക്കൊന്ന് ഷാർക്കിൻ്റെയും സക്കറിൻ്റെയും എന്തെങ്കിലും ഗുണഗണങ്ങൾ ഒത്തുചേർന്ന മീനാണെന്ന് തോന്നുന്നു. കൊള്ളാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഷാർക്കിലെ ഒരു വെറൈറ്റി ആയിരിക്കും അല്ലേ. പിന്നെ അത് ബാക്കിലായിട്ട് നമ്മൾ നേരത്തെ കണ്ട ഒരു മീനല്ലേ, നമ്മൾ നേരത്തെ ഒരു അക്യൂറത്തി അത് കണ്ടിട്ടില്ലായിരുന്നോ? എന്തോ ഒരു ബട്ടർഫ്ലൈ ഫിഷ് എന്ന് പറഞ്ഞിട്ടല്ലായിരുന്നു അതിൻ്റെ പേര്, ഓർമ്മയില്ലേ? എന്നാണ് എൻ്റെ ഓർമ്മ. സാധാരണ നമ്മൾ ഇവിടത്തേക്ക് അക്വേറിയത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഡിസ്കസ് ഫിഷ് എന്നൊക്കെ പറയുന്നില്ലേ, ഡിസ്കസ് എന്ന് പറയും. ആ ഒരു ഇനത്തിൻ്റെ ഒരു അതേ സെയിം ഒരു ലുക്കൊക്കെയാണ് ഇതിന്, നല്ല പരന്നിട്ട് കരിമീൻ പോലെ. ഈ സംഭവം എന്താണെന്നുണ്ട് എനിക്ക് ഇവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, മീനല്ലാതെ വേറെ സംഭവം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് ഇതാണ് അപ്സൈഡ് ഡൗൺ ജെല്ലി ഫിഷ് എന്ന് പറയുന്നത്. തലകുത്തനെയാണ് ജെല്ലി ഫിഷുകൾ. നോക്കി, അതിൻ്റെ മുകളിൽ തല പോലെ വരുന്ന ഭാഗമില്ലേ നമ്മൾ സാധാരണ ഈ വീഡിയോസിൽ കണ്ടിട്ടുള്ളത്, അത് തലകുത്തനെ കിടക്കുകയാണ്. അതും അതിൻ്റെ കളറെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലത്തെ അല്ല, കുറച്ചുകൂടെ നല്ല ബ്രൈറ്റ് ബ്ലൂ കളറാണ്. ഓയ്യോ, അതിൻ്റെയൊക്കെ എന്ത് ഭംഗിയാണെന്ന്. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നത്? ശരിക്കും ഈ നമ്മൾ നേരത്തെ പറഞ്ഞില്ല, അതുപോലെ ഈ വിഴിഞ്ഞം ഹാർബറിൽ കിട്ടില്ല ഈ നെറ്റിൽ കൂടെയൊക്കെ മീൻ പിടിക്കുമ്പോൾ വരുന്നത്, അതിനെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കും. അങ്ങനെയാണ് ഇവിടെ ഇത്രയും ഒരു ഡെവലപ്പ് ആയതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കണമല്ലോ ഇതുപോലെയുള്ളൊരു സ്ഥലത്ത് ഇതിനെ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ഈ മീനിൻ്റെ കൂടെ കാര്യം പറയുന്നത്, ഇതൊരു ശാലീന സുന്ദരിയെ പോലെ തോന്നിയിട്ട് എനിക്ക് കണ്ടപ്പോൾ. നിങ്ങൾക്ക് തോന്നിയോ? നല്ല എന്താ പറയുക, അടക്കവും ഒതുക്കവും ഒക്കെ ഉള്ള നല്ലൊരു ശാലീന സുന്ദരിയെ പോലത്തെ ഒരു മീൻ കൊള്ളാം. അപ്പോൾ ഇത് കണ്ടില്ലേ, റഫ്ലേഷ്യ പോലെ തോന്നി എനിക്ക് കണ്ടപ്പോൾ. നിങ്ങൾക്ക് എന്ത് തോന്നി എന്ന് പറയും. നമ്മുടെ തോന്നലുകൾ നമുക്ക് ഈ വീഡിയോയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അപ്പോൾ ഇത് നല്ല റഫ്ലേഷ്യ പോലെ തോന്നി. പിന്നെ റഫ്ലേഷ്യ ഫ്ലവറല്ലേ വലുത്. പിന്നെ ഇത് കൊള്ളാം, മറ്റേ ഒരു പ്രത്യേക ഒരു മഞ്ഞ കളർ, നമ്മൾ റസ്നെയൊക്കെ കലക്കുമ്പോൾ വരുന്നൊരു കളറല്ലേ, ആ ഒരു കളറാണിത്. കൊള്ളാം അല്ലേ? അതിൻ്റെ കണ്ണ് നോക്കി, ബ്ലൂ കളർ. അതാണ് നമ്മൾ ഈ ഹൈബ്രിഡ് ഫിഷിലൊക്കെ ഉള്ള പോലത്തെ കണ്ണാണ്, ബ്ലൂ കളർ, നല്ല ഡാർക്ക് ബ്ലൂ, രത്നം പോലെ തിളങ്ങുന്ന ബ്ലൂ ആണ് എൻ്റെ കണ്ണ്. കണ്ടോ? പക്ഷെ നമുക്ക് അത്യാവശ്യം വീഡിയോ ഇതിൻ്റെ നന്നായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ വിഴിഞ്ഞ അക്വേറിയം എന്ന് പറയുന്നത് 1951 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. പിന്നെ റീജിയണൽ സെൻ്ററായിട്ട് ഇതിനെ ഉയർത്തിക്കൊണ്ടുവന്നത് 2020 ഓക്കെ. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. അങ്ങനെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇനി ഒരു 1-2 ടാങ്ക് കൂടെ കണ്ടാലും നമുക്ക് ഇവിടുത്തെ അതാണ്ടല്ലേ, മൂറിഷ് ഐഡൽ. അതാണ് ഇതിൻ്റെ പേര്, മൂറിഷ് ഐഡൽ. കൊള്ളാം, ഭംഗിയുണ്ട്. നമ്മൾ നേരത്തെ വേറൊരു പേരിൽ ഇതിൻ്റെ കണ്ടില്ലേ, ചിലപ്പോൾ ഇതിൻ്റെ വെറൈറ്റി എന്തെങ്കിലും ആയിരിക്കും അല്ലേ നമ്മൾ നേരത്തെ കണ്ടത്. നമ്മുടെ പേരറിയാത്ത വീണ്ടും കുറേ മത്സ്യങ്ങളുണ്ട്. നമുക്ക് പേരറിയുന്നൊന്നുമില്ല. പട ക്ലൗൺ ഫിഷും അങ്ങനെ കുറച്ച് സ്റ്റാർ ഫിഷ് അങ്ങനെയൊക്കെ ഉള്ളൂ. ബാക്കിയൊക്കെ വെറൈറ്റിയാണ്. പക്ഷെ അത് ഈ മൂലയിൽ കിടന്ന് കളിക്കുന്നില്ലേ ഒരു ബ്ലൂ കളർ മീൻ, അതും ഒരു പ്രത്യേക ഭംഗിയാണ്. നോക്കൂ, ബാക്കിയുള്ള മീനുകളെയൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് ചില അക്വേറിയത്തിൽ കിടക്കുന്ന ചില മീനുകൾ നിൽക്കുന്നത്. കാരണം നമ്മളെ എല്ലാം സൈറ്റ് അതിലോട്ടേ പോകും. കാരണം അത്രയ്ക്ക് ഭംഗിയാണ് അതിനെ കാണാനായിട്ടൊക്കെ. ഞാൻ അതിൻ്റെ പുറകെ വെച്ച് പിടിക്കുകയാണ്, കിട്ടുന്നില്ല. ഇങ്ങോട്ട് വന്നേ. അവൻ്റെ തലയിലൊക്കെ കണ്ടോ ഡിസൈൻ, അയ്യോ കണ്ടാൽ അങ്ങനെ കണ്ടു നിന്നു. പിന്നെ പ്രത്യേകിച്ച് അതിൻ്റെ മറ്റേ ചിറകില്ലേ നീന്തുന്നത്, അതിൽ കുറച്ചുകൂടെ ഒരു ഡാർക്ക് ബ്ലൂ കളറുണ്ട്. ഇതിന് കുറച്ചുകൂടെ ഇതിൻ്റെ ഒരു 4-5 എണ്ണം അപ്പുറത്തൊരു അക്വേറിയത്തിൽ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അത് കുറച്ചുകൂടെ നല്ല വീഡിയോ കിട്ടും. എന്നാലും ഇത് നമുക്ക് ഗ്യാപ്പ് തരൂല എന്ന് തന്നെയാണ്. പിന്നെ ഈ നിൽക്കുന്നത് നല്ല കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. പാവം മീനുകൾ. ഇത് കണ്ടില്ലേ, അല്ലാതെ ഇവിടത്തേക്ക് വേണ്ടിയിട്ട് ഒരു കണക്കിന് നോക്കിയാൽ നമ്മൾ കടലിൽ പോയി പിടിക്കില്ലല്ലോ. എല്ലാം വിഴിഞ്ഞം ഹാർബറിൽ വരുന്നത് ഇവിടെ കൊണ്ട് കൊടുക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ ഇവരുടെ ആൾക്കാർ അവിടെ ഉണ്ടാവും ഇതിനെയൊക്കെ കളക്ട് ചെയ്യാനായിട്ട്, ഇതിനെ സംരക്ഷിക്കാനായിട്ടൊക്കെ. അയ്യോ, എനിക്കിതാണ് കാണാൻ വയ്യാത്തത്. മോൺസ്റ്റർ ഫിഷ് നേരത്തെ കണ്ട സാധനത്തിൻ്റെ ഒരു വെറൈറ്റി ഡിസൈനുള്ള സാധനമാണ്. നേരത്തെ വായും തുറന്നുകൊണ്ടിരുന്നില്ലേ. കൊള്ളാല്ലേ, എല്ലാത്തിനും തണുപ്പാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രീഡിങ്ങിനായിട്ട് എന്തെങ്കിലും ഈ പൈപ്പിൽ കയറി കിടക്കുന്നത് 2 എണ്ണം ഉണ്ട്. കൊള്ളാമല്ലോ, അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും തലവിട്ട് ഇരിപ്പുണ്ട്. കൊള്ളാം. ഇനി അടുത്തതിൽ ഞണ്ട് സാർ. അപ്പം ഞണ്ട് സാർ അവിടെ ഇരിക്കട്ടെ. പിന്നെ അടുത്ത്
ഇനി ഇതായിട്ടില്ല, ഞാൻ നേരത്തെ പറഞ്ഞ മീനില്ലേ ബ്ലൂ ഒരു ഫിന്നായിട്ടൊക്കെ വരുമെന്ന്, അതിൻ്റെ കുറച്ച് കൂട്ടമാണ് ഇതിലിട്ടേക്കുന്നത്. ഒരു 7-8 ഉണ്ടെന്ന് തോന്നുന്നു മീൻ, പല സൈസിലുള്ളത്. കൊള്ളാല്ലേ, നോക്കുക, ഇത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ഭംഗി. കൊച്ചു പിള്ളേരെ കണ്ടാൽ ഇത് കണ്ട് നിന്ന് പോകും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ കോവളം ബീച്ചൊക്കെ വിസിറ്റ് ചെയ്യാനായിട്ട് വരുമ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യണം. കാരണം അത്രയും കളക്ഷൻ ഉണ്ട് ഇവിടെ മീനെന്ന് പറയുന്നത്. പിന്നെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നിങ്ങൾ വരുമ്പോൾ ബാക്കിയുണ്ടെങ്കിൽ ചിലപ്പോൾ കടൽ കുതിര ഉണ്ടാവാം, അങ്ങനെ കിട്ടുന്നതനുസരിച്ച് വെറൈറ്റി മീനുകളുണ്ടാവാം. അതൊക്കെ നിങ്ങളുടെ ഭാഗ്യം അനുസരിച്ചിരിക്കും. എന്തായാലും ഇവിടെ സ്റ്റേബിളായിട്ട് ഒരു എന്ന് പറയുന്ന ഒരു കൂട്ടം മീനുകൾ ഇവിടെ കാണും. നിങ്ങൾക്ക് മറ്റ് ഇടത്തൊന്നും കാണാത്ത തരത്തിലുള്ള മറൈൻ ഫിഷസ്. ഇതൊക്കെ മറ്റേ നേരത്തെ പറഞ്ഞ അതിൽ പെട്ടതാണ്. മീശ, വലിയ മീശക്കാരനാണ്. കൊള്ളാല്ലേ. അപ്പോൾ ഈ ഒരു മീനും കൂടെ കഴിഞ്ഞ് ഇത് വളരെ ചെറുതാണ്, പക്ഷെ നല്ല ഡയഗണലി നമ്മൾ ഒരു സ്ക്വയറിന് അങ്ങനെ വരച്ചിട്ട് നമ്മൾ പകുതി പെയിൻ്റ് അടിക്കില്ലേ ചിലപ്പോൾ പേപ്പറിലൊക്കെ. മുകൾ ഭാഗം കുറച്ച്, താഴ്ഭാഗം കുറച്ച്, അങ്ങനെ 2 വെറൈറ്റി കളറിലായിട്ട് നല്ല ഒരു ബ്രൈറ്റ് മീനുമാണിത്. നല്ല കളറുണ്ട് എന്ന് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇതാ ഇവിടെ കുറച്ച് ഷാർക്കും അല്ല കടലാമയൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. അത് കുറച്ച് വലിയ ടാങ്കിലായിട്ടൊക്കെ, ഗ്ലാസ്സിൽ ടാങ്കിൽ ഇട്ടാൽ പറ്റാത്ത സാധനങ്ങളൊക്കെ. അത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കുറച്ച് ഇങ്ങനെയാണ് ഇതിൻ്റെ വ്യൂ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടേക്ക് വരുന്നെങ്കിലെന്ന് പറഞ്ഞാൽ ലൈറ്റ് ഹൗസ് റോഡ് വന്നാൽ മതിയാവും. കറക്റ്റായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഈ കോസ്റ്റ് ഗാർഡിൻ്റെ റീജിയണൽ ഓഫീസിൻ്റെ തൊട്ടടുത്തായിട്ട് വരും. ഇവിടെ കുറച്ച് ആമകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ സൂം ചെയ്തിട്ട് എടുക്കുന്നതാണ്. ആമകൾ കടിക്കും, പാവമാണെന്ന് പറഞ്ഞിട്ട് അങ്ങ് അടുത്തുനിന്ന് ചെന്ന് വീഡിയോ എടുത്ത് കളയരുത്. എന്നിട്ട് കടി കിട്ടിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ അത്യാവശ്യം 2-3 വെറൈറ്റി ആമയുണ്ട്. ഇതാണ് കടലാമ എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ മുകളിൽ കയറി ഇരുന്നാൽ അത് നമ്മളെയും കൊണ്ട് പോകും. അത്രയ്ക്ക് സൈസുള്ള ആമകളാണ് ഈ കടലാമ എന്ന് പറയുന്നത്. ഇതിൻ്റെയൊക്കെ തോട് നല്ല കട്ടിയുള്ളതാണ്. മറ്റ് ചെറിയ നമ്മുടെ തോടിലും ഈ ആറിലൊക്കെ കാണുന്ന പോലത്തെ ആമയല്ല. അത് നമുക്കൊരു പരിധി കഴിഞ്ഞ് ഫോഴ്സ് കൊടുത്ത് അത് പൊട്ടും. പക്ഷേ ഇതിൻ്റെ തോടാണ് പൊട്ടില്ല എന്ന് പറയുന്നത്. ഒരുപാട് 200 വർഷമൊക്കെ ജീവിച്ചിരിക്കുമെന്ന് പറഞ്ഞില്ലേ, 200-300 അതാണ് ഈ ആമ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഒരു നെറ്റൊക്കെ ഇട്ട ഒരാളെ വെച്ചിട്ടുണ്ട്. അത് ഷാർക്കാണ്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അതിനെ കാണാൻ പറ്റും. ജെറ്റ് പോലെ പാഞ്ഞ് പോകുന്നതാണ്. ഇതാ പോകുന്നു. ഇങ്ങനെ വട്ടം അടിച്ചുകൊണ്ടിരിക്കുകയാണത്. ഇവിടെയൊക്കെ അതിൻ്റെ ബ്രീഡിങ് സ്ഥലങ്ങളും അതൊക്കെ നമുക്ക് എൻട്രി ഇല്ല. ബ്രീഡിങ്ങും അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ അവരുടെ കോൺഫിഡൻഷ്യലായ കാര്യങ്ങളാണ്. അതിലോട്ട് നമ്മൾ കിടക്കുന്നില്ല. നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം, വരുമോ നോക്കട്ടെ. കറക്റ്റായിട്ട് ഒന്നും കൂടെ ഒന്ന് ഷാർക്കിനെ കിട്ടിയാൽ നമുക്ക് പോവാം. ഇവിടെ ഷാർക്ക് പോകുന്നു കണ്ടോ. ഈ ഫോണിൽ വീഡിയോയിൽ കൂടെ കാണുന്ന പോലെ അല്ല. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ സൈസ് എന്ന് വെച്ചാൽ നല്ല വലുതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. നമുക്കിനി അടുത്ത സൈഡിലോട്ട് പോയിട്ട് നമുക്കിനി സൺസെറ്റ് കാണാറുണ്ട്. ലൈറ്റ് ഹൗസ് അടച്ചാണോന്നോ നീ നമുക്ക് അവിടെ നിന്ന് വീഡിയോ എടുക്കാം. ഓക്കെ, ലൈറ്റ് ഹൗസ് അടച്ചു. ഞാനപ്പോൾ ഇത്രയും കാണുമെന്ന് പ്രതീക്ഷയില്ല. അപ്പോൾ ഇതും കോവളം ബീച്ച് ഒറ്റ വീഡിയോ ഇടാമെന്നാണ് വിചാരിച്ചത്. ഇനിയിപ്പോൾ 2ാമത്തെ പാർട്ടായിട്ട് ഞാൻ കോവളത്തിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാം. ലൈറ്റ് ഹൗസിലേക്ക് റൂട്ടിൽ പോകുന്ന വഴിക്കാണ്, അതാ കണ്ടില്ലേ. അപ്പോൾ ഇവിടേക്ക് വരാനുള്ള ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് നോക്കിയിട്ട് വരിക. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് 2 പാർട്ടായിട്ട് ആണല്ലോ വീഡിയോ ഇടുന്നത് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഞാൻ 2ാമത്തെ പാർട്ടായിട്ട് കോവളം ബീച്ചിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തൊക്കെയുണ്ടെന്ന് പോയി നോക്കാം. അതൊരു ബൈ. നമ്മുടെ വീഡിയോ ഇപ്പോൾ ഒഫീഷ്യലി തീർത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ താഴേക്ക് കുറച്ച് റോഡ് കിടക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് കൂടെ പോയി ജസ്റ്റ് നോക്കിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സമയമുണ്ടെങ്കിൽ നിങ്ങൾ ഇതും കൂടെ കുറച്ചൊരു 1 മിനിറ്റ് കൂടെ കാണും. അതും കൂടെ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ കണ്ടോളൂ. ഇത് മെയിനായിട്ടുള്ള വീഡിയോയുടെ പാർട്ടൊന്നും അല്ല. അപ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ ആ വരുന്ന റോഡിൽ നമ്മൾ മറൈൻ അക്വേറിയത്തിലേക്ക് വന്നു. അത് ആ റോഡ് താഴേക്ക് പോകുമ്പോൾ ഇവിടെ കുറച്ചൊരു വ്യൂ പോയിന്റ് പോലെ നമുക്ക് ഇവിടെ ഈ റോഡ് ഇവിടെ വന്ന് എൻഡ് ചെയ്യുകയാണ്. ഇവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മോസ്കിൻ്റെ ഇവിടെ നിന്ന് നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പോൾ ആ വ്യൂ പോയിന്റ് കാണിക്കാനായിട്ടാണ് നമ്മളിങ്ങനെയൊക്കെ വെറുതെ എന്തായാലും വന്നതല്ലേ. അപ്പോൾ ഇവിടെ എന്തായാലും എന്താണെന്ന് നോക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ അത് ഇവിടെ ഒരു അടിപൊളി വ്യൂ പോയിൻ്റാണ്. നല്ലൊരു വ്യൂ കിട്ടും. അതായത് നമ്മൾ സാധാരണ വരുന്ന കോവളം ബീച്ച് ഉണ്ടല്ലോ, ബീച്ചിൻ്റെ അവിടെ ലൈറ്റ് ഹൗസ് ആണ്. ആ ലൈറ്റ് ഹൗസിൻ്റെ ഇപ്പുറത്തെ ഭാഗമാണ്. നല്ല സൺസെറ്റ് ടൈമിംഗ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. നല്ല വൈഡായിട്ട് ഇതാണ്ടില്ലേ, അവിടെയാണ് സാധാരണ വരുന്ന കോവളം ബീച്ച്. അതായത് ആ ലൈറ്റ് ഹൗസിൻ്റെ അപ്പുറത്തേക്ക് ഭാഗം. അവിടുന്ന് ഇടയ്ക്ക് കുറച്ച് ഭാഗം കൂടെ ഉണ്ട്. അപ്പോൾ സൺസെറ്റ് നിങ്ങൾ കണ്ടില്ലേ. സൺസെറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത കോവളം പാർട്ട് 2 വെയിറ്റ് ചെയ്യുക.